ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് TV പ്രേക്ഷകരെ ഡിവൈൻ വോയിസ് വചനവേദിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. സദാ ഉണർന്നിരിക്കുന്ന ദൈവത്തിങ്കിലേക്ക് ഉണർന്നിരിക്കുവാനുള്ള ആഹ്വാനമാണ് ആഗമനകാലം അല്ലെങ്കിൽ മംഗളവാർത്താകാലം നമ്മളെ പ്രേരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് വായിച്ചു കേൾക്കുന്നത് ഉണർവിനെക്കുറിച്ചും ഒരുക്കത്തെക്കുറിച്ചും ജാഗ്രതയെക്കുറിച്ചുമൊക്കെയാണ്. മനുഷ്യപുത്രൻ്റെ വരവിന് വേണ്ടി ഒരുക്കത്തോടെ വിശുദ്ധിയോടെ കാത്തിരിക്കുക എന്നാണ് വചനവും സഭയും നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താണ് ഈ ഉണർവ് എന്ന് പറഞ്ഞാൽ? ദൈവ തിരുമുമ്പിൽ ഒരുവൻ നിൽക്കുവാൻ ആവശ്യമുള്ള കരുത്തിൻ്റെ പേരാണ് ഉണർവെന്ന് പറഞ്ഞാൽ. ജാഗ്രത കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉണർവോടെ ഒരുക്കത്തോടെ കർത്താവിനെ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാവണം എന്നതാണ് ഈ ആഗമനകാലത്ത് വചനം വെളിപ്പെടുത്തുന്ന സത്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. ജലപ്രളയത്തിനു മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും ജീവിച്ചു. ജലപ്രളയം വന്ന് സംഹരിക്കുന്നത് വരെ അവർ അറിഞ്ഞില്ല. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനവും. അപ്പോൾ 2 പേർ വയലിലായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. 2 സ്ത്രീകൾ തിരിക്കല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കള്ളൻ രാത്രിയിൽ ഏത് സമയത്ത് വരുന്നുവെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇടകൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾക്കറിയുന്നു. അതിനാൽ നിങ്ങൾ തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. വചനം നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മളെ പ്രചോദിപ്പിക്കുന്നതും ഈശോയ്ക്ക് ഒരു കമ്പനി കൊടുക്കാനാണ്. ഇത്രയും നാൾ നമ്മൾ ലോകത്തിന് കമ്പനി കൊടുത്ത് ജീവിച്ചിരുന്നു. ലോകത്തിൻ്റേതായ പല ആകുലതകൾക്കും ഉത്കണ്ഠകൾക്കും നടുവിൽ ലോകത്തിൻ്റേതായ പല മാത്സര്യങ്ങൾക്കിടയിൽ ഇടറിപ്പോയവരാണ് നമ്മൾ. ഇതാ മനുഷ്യപുത്രൻ വരുവാനിരിക്കുന്നു. 2 തരത്തിലുള്ള ഒരുക്കത്തെക്കുറിച്ചാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. ഒന്ന്, രണ്ടാമത് വരുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ തയ്യാറാകുവിൻ. പറൂസിയ, അതായത് ദൈവം വീണ്ടും നിങ്ങളെ വിധിക്കുവാൻ വരുമ്പോൾ നിങ്ങൾ ഒരുക്കത്തോടെ ഉണർവോടെ ജാഗ്രതയോടെ ആയിരിക്കുവിൻ. രണ്ടാമത്തെ ഒരു ഒരുക്കം എന്ന് പറഞ്ഞാൽ 2020 വർഷങ്ങൾക്ക് മുമ്പ് ബത്ലഹേമിൽ ഭൂജാതനായ നമ്മുടെ മനുഷ്യപുത്രൻ്റെ ജനനത്തിരുനാളിനുള്ള ഒരുക്കമാണ്. ആ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ തക്ക വിശുദ്ധി എൻ്റെ ജീവിതത്തിലുണ്ടോ? അനേകായിരം പുൽക്കൂട്ടിൽ ഉണ്ണീശോ ഭൂജാതനായാലും എൻ്റെ ഹൃദയത്തിൽ ഈശോ ജനിച്ചില്ലെങ്കിൽ അതിൽ എന്ത് അർത്ഥമാണുള്ളത്? പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മനുഷ്യരെ, നിങ്ങൾ നിദ്രയിൽ നിന്ന് ഉണരുക, അന്ധകാരത്തിൻ്റേതായ പ്രവൃത്തികളെല്ലാം ഉപേക്ഷിക്കുക, ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞുകൊണ്ട് വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവിൻ. എന്താണ് പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്? ഉറങ്ങിയും ആലസ്യത്തിൽപ്പെട്ടും മടിയിൽപ്പെട്ടുമൊക്കെ നമ്മൾ ഒരുപാട് തളർന്നും ഒരുപാട് പല വിധത്തിൽ ദൈവത്തെ കൈമോശം വന്നും ജീവിച്ച കാലയളവുകളുണ്ടായിട്ടുണ്ട്. അന്ധകാരത്തിൻ്റേതായ ഇരുട്ട് വ്യാപിച്ച ഒരുപാട് പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടു പോയിട്ടുണ്ട്. അതെല്ലാം വെടിയുക. പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്ന 1-2 കാരണങ്ങളുണ്ട്. ദ്രവ്യാസക്തി, കലഹം, അസൂയ, അതിമോഹം,
തുടങ്ങിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ലോകത്തിൻ്റേതായ ഈ കണ്ണുകളിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു പക്ഷേ തിന്മയാകണമെന്നില്ല, മാനുഷികമായ ദൗർബല്യങ്ങളാവാം. ഈശോയുടെ കൂടെ ഇനി സഞ്ചരിക്കുവാൻ, കർത്താവിന് കമ്പനി കൊടുക്കുവാൻ, പ്രകാശത്തിലേക്ക് വ്യാപരിക്കുവാനായി ഇനി മുതൽ നമ്മൾ പ്രകാശത്തിൻ്റേതായ ചര്യകൾ ജീവിതത്തിൽ വർത്തിക്കണം. എന്താണ് പ്രകാശത്തിൻ്റേതായ പ്രവർത്തനങ്ങൾ? നമുക്കുണ്ടായിരുന്ന കാരുണ്യം, സ്നേഹം, മറ്റുള്ളവരുടെ മനസ്സ് അറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അലിവുള്ള ഒരു ജീവിതശൈലി, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രകാശത്തിൻ്റെ മക്കളാവുകയാണ്. ക്രിസ്തുവിനെ ധരിക്കുവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക ദൈവത്തെ രുചിച്ചറിഞ്ഞ് ദൈവത്തിലെ ലയിച്ചു ചേർന്ന് ആ ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുക എന്നുള്ളതാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, വരൂ നമുക്ക് യാക്കോബിൻ്റെ ഭവനത്തിലേക്ക് പോകാം, കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. ഇതുതന്നെയാണ് ആഗമനകാലവും നമുക്ക് നൽകുന്ന ചിന്ത. അല്പം കൂടി പ്രകാശമുള്ള ഒരു വ്യക്തിയായി നമുക്ക് മാറാൻ, അല്പം കൂടി വെളിച്ചത്തെ സ്വീകരിച്ചുകൊണ്ട് അന്ധകാരത്തിൻ്റേതായ തിന്മകളുടേതായ പൈശാചികമായ ഒരുപാട് പ്രവർത്തനങ്ങളിൽ മാറി നിന്നുകൊണ്ട് ക്രിസ്തുവിനെ എൻ്റെ ഗുരുവും നാഥനുമായി സ്വീകരിക്കുവാനുള്ള കരുത്ത് സമ്പാദിക്കുകയാണ് ഈ പ്രത്യേകമായിട്ടുള്ള 25 ദിനങ്ങളിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വചനത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. വചനം പറയുന്നുണ്ട്, ആ കാലയളവിൽ മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് കടന്നു വരുന്ന കാലയളവിൽ ഒരു വയലിൽ 2 പേരുണ്ടാവും. ഒരുവൻ എടുക്കപ്പെടും, മറ്റൊരുവൻ അവശേഷിക്കും. ഒരുവൻ എടുക്കപ്പെടും, മറ്റൊരുവൻ അവശേഷിക്കും. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുക? സത്യത്തിൽ കർത്താവ് ഒരുവനെ തിരസ്കരിക്കുകയും മറ്റൊരുവനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത. എന്തുകൊണ്ടായിരിക്കണം ഒരുവൻ തിരസ്കരിക്കപ്പെടുവാനായിട്ടുള്ള കാരണം? ഒരേ ജോലി ചെയ്യുന്ന, ഒരുമിച്ചൊരു വയലിൽ ആയിരിക്കുന്ന, ഒരേ കാര്യങ്ങളിൽ വ്യാപൃതനാകുന്ന 2 പേരിൽ ഒരുവൻ മാത്രം മാറ്റി നിർത്തപ്പെടുകയും മറ്റൊരുവനെ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്യുന്നതിനുള്ള കാരണം എന്താണ്? വചനം പറയുക വ്യക്തമാണ്. ഒരുവൻ കർത്താവിൻ്റേതായ നിലപാടുകളെടുത്ത വ്യക്തിയാണ്. നന്മകളിലേക്ക് ചേക്കേറുവാനായിട്ട് സ്വയം തിരഞ്ഞെടുത്തൊരു വ്യക്തിയാണ്. മറ്റൊരുവനോ ലോകത്തിൻ്റേതായ സുഖലോലുപതയിൽ ജീവിച്ച വ്യക്തി. ഒരു മാറി നടക്കുവാനോ വേറിട്ട് ചിന്തിക്കുവാനോ തയ്യാറാവാതെ ഈ കൊച്ചു ലോകത്തിൽ വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറ് പോലുള്ള ഈ ജീവിതമെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തി, അവൻ തീർത്തും അവഗണിക്കപ്പെടും. ഓർക്കുക, ദൈവത്താൽ തിരസ്കരിക്കപ്പെട്ടാൽ പിന്നെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? ദൈവത്താൽ സ്വീകരിക്കപ്പെടുവാൻ ഞാൻ എന്തൊക്കെ പ്രവൃത്തികളാണ് ചെയ്യേണ്ടത്? ആഗമനകാലം നമ്മളോട് പറയുന്നത് കുറേ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നത് മാത്രമല്ല, കുറേ നിലപാടുകൾ ജീവിതത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. നന്മ ചെയ്യാനുള്ള ഒരു നിലപാട്, സ്നേഹിക്കുവാനുള്ള ഒരു നിലപാട്, പരസ്പരം പങ്കുവെക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു പ്രവണത, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. കുറേ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈശോയെ സ്വീകരിക്കുക എന്നതല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മൾ ഇതുവരെയും ഒന്ന് സ്നേഹം കൊണ്ട് ചേർത്ത് പിടിക്കാത്ത ഒത്തിരി ആളുകളില്ലേ? നമുക്കുണ്ടായിട്ടും പങ്കുവെക്കാതെ കൂട്ടുവെച്ച് നമ്മൾ ഒരുപാട് സ്വരുക്കൂട്ടുന്നതിൻ്റെ വ്യഗ്രതയിലേക്ക് കടന്നു പോകുന്നില്ലേ? അതൊക്കെ ഒന്ന് പകർത്തു കൊടുക്കുമ്പോൾ, മറ്റുള്ളവരുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് അത് ഒപ്പിയെടുക്കുവാനുള്ള അലിവുള്ളൊരു മനസ്സ് സ്വന്തമാക്കുമ്പോഴൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടുന്ന വ്യക്തികളായി മാറും. അങ്ങനെ ദൈവത്തിന് സ്വീകാര്യനാകുവാനുള്ള ഒരു ജീവിതചര്യ നമ്മുടെ ജീവിതം കൊണ്ട് നേടിയെടുക്കുക എന്നതാണ് ഈ കാലയളവിൽ നമ്മളെ വചനം പഠിപ്പിക്കുക. വീണ്ടും വചനത്തിൽ നോഹയുടെ ഉദാഹരണം നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും കഴിപ്പിച്ചും ജീവിച്ചു പോന്നു. ആഹ്ലാദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഒരു നാളുകളായിരുന്നു അത്. ദൈവത്തെ മറന്നുകൊണ്ട്, ദൈവം നൽകിയ കൃപകളെ മറന്നുകൊണ്ട്,
ദൈവം പോലും നിരാശയോടെ നോക്കുന്നുണ്ട്. ഞാൻ സൃഷ്ടിച്ച മക്കളാണോ ഇവരൊക്കെ എന്ന രീതിയിൽ ചിന്തിക്കുവാൻ ഇടവരുത്തുന്ന രീതിയിലായിരുന്നു ആ കാലയളവിൽ മനുഷ്യരുടെ ജീവിതം. അത്തരമൊരു ജീവിതത്തിൽ നിൽക്കുമ്പോൾ ദൈവം അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടുകയാണ്. അതിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് നോഹയാണ്. അങ്ങനെ നോഹ കർത്താവ് പറയുന്നത് അതേപടി അനുസരിക്കുകയാണ്. കർത്താവിൻ പറയുന്നത് അതേപടി അനുസരിച്ചുകൊണ്ട് ഒരു പെട്ടകം നിർമ്മിക്കുന്നുണ്ട്. ആ പെട്ടകം നിർമ്മിക്കുന്നത് എവിടെയാണ്? മരുഭൂമിയിലാണ്. ആളുകളൊക്കെ നോഹയെ കളിയാക്കുന്നുണ്ട്. എന്തിനാണ് ഈ മരുഭൂമിയിൽ ഇങ്ങനെ ഒരു പെട്ടകം നിർമ്മിക്കുന്നതിൻ്റെ ആവശ്യകത? അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ആളുകൾ വിഡ്ഢിയെന്ന് വിളിക്കുന്നുണ്ട് നോഹയെ. എങ്കിലും കർത്താവ് പറഞ്ഞത് അതേപടി അനുസരിക്കുന്ന നോഹ. ഇനിയൊരു പ്രളയമോ ഇനിയൊരു വർഷക്കാലമോ അതൊരു അതിമഴ പെയ്ത്തോ ഒന്നും ഉണ്ടാവില്ല എന്ന ധാരണയിൽ ആളുകൾ വീണ്ടും ആ സുഖലോലുപതയിൽ തന്നെ ജീവിച്ചു. ഒരു അണുവിട മാറാൻ തയ്യാറായില്ല. അവർ നോഹയെ കളിയാക്കി, ദൈവത്തെ കളിയാക്കി, ദൈവീയ കൽപ്പനകളിൽ നിന്നൊക്കെ വ്യതിചലിച്ച് ജീവിച്ചു. പക്ഷേ അവസാനം പ്രളയം വന്ന് ഈ ഭൂമിയിൽ നിറഞ്ഞപ്പോൾ ആ തിന്നുകുടിച്ചവർ, സുഖലോലുപതയിലായിരുന്നവരൊക്കെ തിരസ്കരിക്കപ്പെട്ട വ്യക്തികളായിട്ട് മാറി. കുറച്ചു പേർ മാത്രം ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നാളേക്ക് വേണ്ടി ഒരുങ്ങിയ ഒരു വ്യക്തി ഇന്നത്തെ പ്രളയത്തിനും നാളത്തെ വരൾച്ചയ്ക്ക് ശേഷം ഒരു ഒലിവിലവ കൊണ്ട് എന്നെ സ്വീകരിക്കുവാൻ ഒരാളുണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്ത വ്യക്തിയായിരുന്നു നോഹ. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് മാത്രം ആനന്ദിച്ച് ആസ്വദിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ നാളെ നിൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വിവിധ ഘട്ടങ്ങളിൽ എങ്ങനെയാണ് നീ ഒരുക്കത്തോടെ കാത്തിരിക്കുന്നത്? നോഹ നമുക്കൊരു അടയാളവും ദൃഷ്ടാന്തവുമാണ്. ഉൽപ്പത്തി പുസ്തകം 6ഉം 7ഉം വളരെ വ്യക്തമായിട്ട് നോഹയെ വരച്ചു കാണിക്കുന്നുണ്ട്. സമൂഹം മുഴുവൻ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചപ്പോഴും സമൂഹം മുഴുവനെ മാറ്റി നിർത്തിയപ്പോഴും കർത്താവിൻ്റെ വാക്കുകളിൽ നിന്ന് അണുവിട വ്യതിചലിക്കുവാൻ നോഹ തയ്യാറായില്ല എന്നുള്ളതാണ്. അത് അതേപടി അനുസരിക്കുകയും കർത്താവിൻ്റെ ഹിതം അതേപടി ജീവിതത്തിൽ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ നോഹ എന്നും ഓർമ്മിപ്പിക്കപ്പെടുന്ന വ്യക്തിയായി മാറി. ആഗമനകാലം നമ്മളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നതും ഇതുതന്നെയാണ്. കർത്താവിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുവിൻ. നീ ഇന്ന് വരെ ചെയ്ത പ്രവർത്തനങ്ങൾ ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റിക്കളഞ്ഞിട്ടുണ്ട്. അത് ദൈവത്തിൽ നിന്ന് പലപ്പോഴും നിന്നെ ഒത്തിരി മാറ്റി നിർത്തിയിട്ടുണ്ട്. നീ അന്ധകാരത്തിലാണ്. പ്രകാശത്തിലേക്ക് പതിയെ നടന്നു നീങ്ങുവിൻ. ഈ പ്രപഞ്ചത്തിൻ്റെ ദീപാവലിയാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ. അവൻ ഈ ലോകത്തേക്ക് ജനിച്ചത് അനേകർക്ക് പ്രകാശമാകാൻ വേണ്ടിയാണ്. ആ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന എൻ്റെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ളൊരു പ്രകാശത്തിൻ്റെ പ്രഭയില്ലെങ്കിൽ പിന്നെ ഞാൻ കണ്ടുമുട്ടുന്നത് വെറും ശുദ്ധമല്ലാത്ത അശുദ്ധമായ കാഴ്ചകൾ മാത്രമായിരിക്കും. ക്രിസ്മസ് ഒരാഘോഷവും ഒരാർഭാടവും മാത്രമായിരിക്കും എനിക്ക്. മറിച്ച് ഞാൻ വെളിച്ചത്തിലേക്ക് നടന്നു നീങ്ങുകയാണെങ്കിൽ ക്രിസ്മസ് എനിക്കൊരനുഭവമാവും. എനിക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് പിറവിയെടുത്ത, എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ബലിയായ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ തക്ക വിശുദ്ധി എൻ്റെ ജീവിതത്തിലുണ്ടോ? ലൂക്കായുടെ സുവിശേഷം വീണ്ടും നമുക്കൊരു ഉപമ പറഞ്ഞു തരുന്നുണ്ട്. കളകളുടെയും വിളകളുടെയും ഉപമയാണത്. യജമാനൻ വളരെ ഒരുക്കത്തോടെ ഒരു വയൽ ഉഴുതുമറിച്ച് നല്ല വിത്ത് അവിടെ വിതയ്ക്കുന്നുണ്ട്. അങ്ങനെ വിത്ത് വിതച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ആളുകളൊക്കെ അതിന് ഭരമേൽപ്പിച്ചു. പക്ഷേ രാത്രിയുടെ യാമത്തിൽ ഈ വിത്തുകൾക്കിടയിൽ ദുഷ്ടന്മാർ കളകൾ വിതയ്ക്കുന്നുണ്ട്. അങ്ങനെ ഈ കളകൾ, ഈ വിത്ത് വളരുന്നതിനോടൊപ്പം തന്നെ ഈ കളകളും വളരുന്നുണ്ട്. മറ്റു ഭൃത്യന്മാർ വന്ന് ചോദിക്കുന്നുണ്ട്, യജമാനെ, കളകളും കൂടെ വളരുന്നുണ്ടല്ലോ, എന്തു ചെയ്യണം? അത് പറിച്ചു കളയട്ടെ. യജമാനൻ പറയുന്നു, കാത്തിരിക്കുക, ക്ഷമയോടെ നീ കാത്തിരിക്കുക. അതിൻ്റെ യഥാസമയം വരുമ്പോൾ ഏതാണ് കളയെന്നും ഏതാണ് വിളയെന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇരുട്ടിലാണ് പലപ്പോഴും കളകൾ വിതയ്ക്കപ്പെടുക. ജീവിതം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ്
ദൈവോന്മുഖമല്ലാതെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് കളകളുണ്ടാവുക. പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്, നല്ല വിശുദ്ധിയോടെ ജീവിതം ആരംഭിച്ചവരാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, പള്ളിയിൽ പോകുമായിരുന്നു, പക്ഷെ കാലങ്ങളൊക്കെ കഴിഞ്ഞ് പല പല കാര്യങ്ങൾക്ക് പുറകെ ഞാൻ നെട്ടോട്ടം ഓടിത്തുടങ്ങിയപ്പോൾ എന്നിലുള്ള നന്മ കൈമോശം വരികയും തിന്മയുടെ വസ്തുതകൾ കൂടിക്കൂടി വരികയും ചെയ്തു. നല്ല കാര്യങ്ങളിൽ നിന്നൊക്കെ ഞാൻ മാറി നിൽക്കുകയും ലോകത്തിൻ്റെ ഭ്രമങ്ങളിൽപ്പെട്ട് തിരക്കുകളിൽപ്പെട്ട് ഈ കളകൾ പോലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ എന്നിൽ വളരാൻ തുടങ്ങി. പിന്നീട് ആ കളകളിലൂടെയാണ് നമ്മൾ നയിക്കപ്പെടുക. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അത് അന്ധകാരത്തിലേക്കുള്ള വഴിയാണ്. നിൻ്റെ ഉള്ളിൽ കളകൾ വിതയ്ക്കപ്പെടുന്നുണ്ടോ എന്ന് വ്യക്തമായിട്ട് ചിന്തിക്കാനുള്ള കാലമാണ് ആഗമനകാലം എന്ന് പറയുക, അല്ലെങ്കിൽ മംഗളവാർത്താ കാലം എന്ന് പറയുക. ഇരുട്ടിൻ്റെ മറവിൽ ദുഷ്ടശക്തികൾ പൈശാചികമായ പല പ്രവർത്തനങ്ങളിലേക്കും നിന്നെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉണർവോടെ ഒരുക്കത്തോടെ നീ കാത്തിരിക്കണം. എന്താണ് ജാഗ്രത എന്നതുകൊണ്ട് ബൈബിൾ ഒരുപാട് തവണ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ തക്ക വിശുദ്ധി എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നത് തന്നെയാണത്. കർത്താവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുവാനുള്ള ധൈര്യവും അതേപോലെ പരിഭാവനമായൊരു ജീവിതം എനിക്കുണ്ടോ? വീണ്ടും വചനത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്, യജമാനൻ ഏത് സമയത്താണ് വരുന്നതെന്ന് അറിഞ്ഞെങ്കിൽ നിങ്ങൾ ഉണർന്നിരിക്കും, പക്ഷേ അവൻ വരുന്ന മണിക്കൂർ നിങ്ങൾക്കറിയില്ല. നമ്മളൊരു വ്യക്തി വരുന്നത് ഇന്ന സമയത്താണെന്ന് അറിഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്നത് പോലെയല്ല. 24 മണിക്കൂറും ഉണർന്നിരിക്കാൻ, ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു കാത്തിരിപ്പായിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതമൊക്കെ നല്ല ഫലങ്ങൾ കൊടുക്കുന്ന വിളകളായിട്ട് മാറുക. രക്ഷാകര ചരിത്രം കാത്തിരിപ്പിൻ്റെയും പ്രതീക്ഷയുടെയും ചരിത്രമാണ്. സുവിശേഷങ്ങളിലും വിശുദ്ധ ഗ്രന്ഥങ്ങളിലും ഇത്തരം കാത്തിരിപ്പുകൾ നമ്മൾ കാണുന്നുണ്ട്. അബ്രാഹത്തിൻ്റെ ജീവിതം ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു ഒരു പുത്രന് വേണ്ടി. ഹന്നയുടെ ജീവിതം ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു ഒരു പുത്രന് വേണ്ടി. എലിസബത്തിൻ്റെയും സക്രിയയുടെയും ജീവിതം, അന്നയുടെയും ശിമയോൻ്റെയും ജീവിതം, ഇതൊക്കെ ഒരു നീണ്ടു നിൽക്കുന്ന ഒരുക്കത്തോടുള്ള കാത്തിരിപ്പാണ്. വെറുതെ കാത്തിരിക്കുന്നതല്ല, മറിച്ച് തൻ്റെ ദൈവം തൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്നും ആ കർത്താവിൻ്റെ ഇടപെടൽ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി ഒരുക്കത്തോടെ ഉറക്കത്തിൻ്റെ ചുവടൊന്നുമില്ലാതെ വ്യക്തമായി കാത്തിരിക്കുകയാണ് ഇവരൊക്കെ. ഇങ്ങനെ കാത്തിരിക്കുന്നവർക്ക് മുമ്പിൽ ദൈവം പലപ്പോഴായിട്ട് പ്രത്യക്ഷപ്പെടുന്നതും ദൈവിക പദ്ധതികളുടെ ഭാഗമായിട്ട് അവർ മാറുന്നതും നമ്മൾ വചനങ്ങളിലൂടെ വായിച്ചെടുക്കുന്നുണ്ട്. ദൈവം ഒരു കൈക്കുഞ്ഞായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ 1000 സൂര്യ തേജസ്സിനേക്കാൾ പ്രഭയുള്ള ദൈവം ഒരു ഇളം വെയിൽ സ്നേഹം പോലെ, നിലാവ് പോലെ അവൻ നമ്മുടെ കരങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതം പ്രകാശപൂർണിതമാണ്. നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, സ്റ്റാറായി മാറുക. നമ്മുടെ കുട്ടികളോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, നീ എവിടെ പോയാലും സ്റ്റാറായിട്ട് മാറണം, എല്ലാവരുടെ ഇടയിൽ മുൻപന്തിയിൽ നിൽക്കണം, എല്ലാ കാര്യത്തിലും അഗ്രഗണ്യനാവണം, ഒരു കാര്യത്തിലും പിന്നോട്ട് പോകരുത്. അങ്ങനെ പല പല സ്റ്റാറുകളായി മാറാനും പല സ്റ്റാറുകൾ ജീവിതത്തിൽ മേടിച്ചെടുക്കുവാനും ശ്രമിക്കുന്നവരാണ് നമ്മൾ. എന്താണ് ഈ സ്റ്റാറായി മാറുക എന്ന് പറഞ്ഞാൽ? ആ ഒരു പ്രകാശത്തിലേക്ക് നയിക്കപ്പെടുക എന്നല്ലേ അർത്ഥം. ഭൗതികമായ ഒരു സ്റ്റാറായി മാറുന്നതിനേക്കാൾ ഉപരി എൻ്റെ ജീവിതത്തിലൂടെ മറ്റൊരാൾക്കൊരു പ്രകാശം കൊടുക്കുമ്പോഴല്ലേ ഞാൻ യഥാർത്ഥത്തിൽ സ്റ്റാറായിട്ട് മാറുക. ക്രിസ്തുവെന്ന സ്റ്റാറിനെ അല്ലെങ്കിൽ ക്രിസ്തുവെന്ന സൂര്യ തേജസ്സിനെ സ്വീകരിക്കുവാനായിട്ട് എന്നെ ഒരുക്കുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ പ്രഭയിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് ഞാൻ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സ്റ്റാറായി മാറുകയാണ്. ഈ ആഗമനകാലം ഒരു മടക്കയാത്രയാവട്ടെ. ജീവിതത്തിൽ കൈമോശം വന്ന നന്മകളെ, നഷ്ടപ്പെട്ടു പോയ ചില ബന്ധങ്ങളെ, സ്നേഹത്തിൻ്റെ ഉറവ പറ്റിപ്പോയ നിമിഷങ്ങളെ, സൗഹൃദത്തിൻ്റെ കരുതലുകളെ, സാഹോദര്യത്തിൻ്റെ നല്ല മനസ്സുകളെയൊക്കെ ചേർത്ത് പിടിക്കുവാനുള്ള കാലം. അതൊരു മടക്കയാത്രയാണ്. ജീവിതത്തിൽ കൈമോശം വന്ന നിഷ്കളങ്കതയെ തിരിച്ചു പിടിക്കാം. വീണ്ടും വചനം പറയുന്നു, നീ രണ്ടാമതും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം നിനക്ക് വിദൂരത്താണ്.
ഒരു രണ്ടാമതും ഒരു പിറവി എനിക്കുണ്ടാവണം. എന്താണ് ഈ രണ്ടാമതും ഒരു പിറവി ഉണ്ടാകണമെന്ന് വചനം പറയുന്നതിൻ്റെ ആവശ്യകത? വീണ്ടും എന്നിൽ കൈമോശം വന്ന ആ ശിശു സഹജമായ, നിഷ്കളങ്കമായ, സ്നേഹവാത്സല്യമായ ഒരു ബാല്യത്തിൻ്റെ ഗൃഹാതുരത്വ സ്മരണകൾ നമുക്കുണ്ട്. അതിലേക്കൊരു തിരിച്ചുവരവ് നമ്മൾ നടത്തണം, ഒരു മടക്കയാത്ര നമ്മൾ നടത്തണം. അപ്പോഴാണ് ക്രിസ്തുവിൻ്റെ ജനനം എൻ്റെയും ഈ ലോകം മുഴുവൻ്റെയും രക്ഷയായിട്ട് എനിക്ക് അനുഭവപ്പെടുക. അതിനപ്പുറത്തേക്ക് ദൈവിക കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ നഷ്ടപ്പെട്ട് മനുഷ്യരെ പോലെ പലതും ഒളിച്ചു വെക്കാനും മറച്ചു വെക്കുവാനും വ്യഗ്രത കാണിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്നും അകലെയാണ്, ദൈവത്തിൽ നിന്നും അകലെയാണ്. അന്ധകാരം ഒരു പ്രലോഭനമാണെന്ന് ഓർക്കുക. തിന്മയിൽ തന്നെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പ്രകാശത്തിലേക്ക് വരുന്നത് താല്പര്യമില്ലാതെ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ശരിയാണെന്ന് ധരിച്ചുകൊണ്ട്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്ന് അണുദിന മാറ്റമില്ലാതെ എൻ്റെ ഭാഗമാണ് ശരി എന്ന് ചിന്തിച്ചുകൊണ്ട് ഇരുട്ടിൽ തന്നെ വ്യാപരിക്കുന്നവർ ഒത്തിരി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഉദാഹരണമായിട്ട് മദ്യപാനശീലം. അതിലൊരു തെറ്റില്ല, ആ മദ്യപാനശീലം എന്നെ ഒരിക്കലും നശിപ്പിക്കുന്നില്ല, അതിൽ നിന്നുണ്ടാകുന്ന വിപത്തുകളൊന്നും എനിക്ക് ബാധകമല്ല എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. ചില തെറ്റായ കൂട്ടുകെട്ടുകൾ, ദുശ്ശീലങ്ങൾ ആ വ്യക്തിയെ കാർന്നു തിന്നുമ്പോഴും രോഗങ്ങൾ വന്ന് ക്ഷയിച്ചു പോകുമ്പോഴും ചിലർ വിശ്വസിക്കുന്നുണ്ട് ഇത് തന്നെയാണ് നല്ലത്. അതിൽ നിന്നൊരു മടക്കയാത്രയോ ഒരു തിരിച്ചുവരവോ അവർ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ നമുക്കിടയിൽ കൂടി വരുന്നുണ്ട്. അങ്ങനെയുള്ള ചിന്തകൾ നമുക്കിടയിൽ കൂടി വരുന്നുണ്ട്. ഏതാണ് തെറ്റ്, ഏതാണ് ശരിയെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം എന്ന് ചിന്തിക്കുന്നവർക്കിടയിലേക്ക് ശക്തമായ വെളിപാടാണ് ക്രിസ്തുവിൻ്റെ ജനനമെന്ന് ഓർക്കുക. അവൻ വ്യക്തമാക്കുന്നുണ്ട്, നിൻ്റേതായ പ്രവർത്തനങ്ങളിൽ നിന്ന് നീ മാറി നടക്കുവിൻ. നാളെ ഒരു വസന്തം വരാനുണ്ട് എന്ന വിശ്വാസത്തിൽ നീ ഇന്നത്തെ ജീവിതം അതിനുവേണ്ടി സ്വരുക്കൂട്ടി വെക്കുവിൻ. അന്ധകാരത്തിൻ്റേതായ പ്രവൃത്തികളിൽ നിന്ന് മാറി നടക്കുവിൻ. ദൈവം പ്രകാശമായി ഈ ലോകത്തേക്ക് പെയ്തിറങ്ങുമ്പോൾ ലൂക്കായുടെ സുവിശേഷം ഓർമ്മപ്പെടുത്തുന്ന പോലെ അവനെ നോക്കിയവരൊക്കെ പ്രകാശിതരായി. കർത്താവിനെ നോക്കുവാനുള്ള വിശുദ്ധി എൻ്റെ ജീവിതത്തിലുണ്ടോ? കർത്താവിനെ നേരിൽ കണ്ടുകൊണ്ട് ആ പ്രകാശം എന്നിലേക്കും സ്വരൂപിക്കുവാൻ തക്ക ഒരുക്കവും ധൈര്യവും എൻ്റെ ജീവിതത്തിലുണ്ടോ? ജാഗ്രത ഒരു പ്രതീകമാണ്, ഒരടയാളമാണ്. ഈശോയ്ക്ക് വേണ്ടി സദാ ഉണർന്നിരിക്കുവാനുള്ള അടയാളം. ജീവിതത്തിൽ ജാഗ്രതയ്ക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, ജീവിതത്തിൽ ഉണർവുകളൊക്കെ പലപ്പോഴും വീഴ്ചകളാണെന്നൊക്കെ ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്മസ് നമ്മളെ ഒരു പുതുപ്പിറവിയിലേക്കാണ് നയിക്കുന്നത്. പുൽക്കൂട്ടിൽ ക്രിസ്തു പൂജാതനാകുമ്പോൾ എൻ്റെ ജീവിതത്തിന് ഒരു പിറവി ഉണ്ടാകണം. ക്രിസ്തു പുൽക്കൂട്ടിൽ ജനിക്കുമ്പോൾ പാതിരാ കുർബാനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്രിസ്തുവിനെ ചുംബിച്ചു മടങ്ങുമ്പോൾ ഞാൻ മറ്റൊരു വ്യക്തിയായിട്ട് മാറണം. ഇന്നലെ വരെ നടന്ന വഴികളല്ല, ഇന്നലെ വരെ ഞാൻ സ്വീകരിച്ച നിലപാടുകളല്ല, ക്രിസ്തുവിന് വേണ്ടി വ്യക്തമായ നിലപാടുകൾ സ്വീകരിക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി സാക്ഷ്യം നൽകുവാൻ, ജീവിതത്തിൽ വേറിട്ട വഴിയിലൂടെ നടന്നു പോകുവാൻ, ക്രിസ്തുവിനെ കാണുവാൻ വന്ന ജ്ഞാനികളെ പോലെ ഒന്ന് മാറി നടക്കുവാനായിട്ടുള്ള ഒരു മനസ്സും അതിന് സ്വീകാര്യമായിട്ടുള്ള ഒരുക്കമുള്ള ഒരു ഹൃദയവും എനിക്കുണ്ടാകുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ജനനം എൻ്റെ രക്ഷയുടെ അടയാളമായിട്ട് എനിക്ക് അനുഭവപ്പെടുക. ഈ ആഗമനകാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുക്കവും ജാഗ്രതയും ഉണർവുമൊക്കെ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആഗമനകാലത്ത് നമുക്ക് പ്രാർത്ഥനകൾ ചേർത്ത് വെക്കാം. എന്നും ഒരുക്കത്തോടെയും ഉണർവോടെയും ജീവിച്ചവനാണ് ക്രിസ്തു. അത് കാനായിലെ കല്യാണ വിരുന്ന് മുതൽ അങ്ങ് കാൽവരി വരെ. ഒരിക്കൽ പോലും അവൻ്റെ നിയോഗങ്ങൾ അവൻ കൈവിട്ടിട്ടില്ല. അവൻ കർത്താവിൻ്റെ പദ്ധതികൾക്കെതിരായി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. എന്നും ഒരുക്കത്തോടെ ഉണർവോടെ ജീവിച്ച ക്രിസ്തുവിനെ വരവേൽക്കുവാൻ ഉണർവുള്ളൊരു ഹൃദയവും ഉണർന്നിരിക്കുന്ന ഒരു മനസ്സും നമുക്കുണ്ടാവട്ടെ. അങ്ങനെ ക്രിസ്മസ് എൻ്റെ ജീവിതത്തിൽ പ്രകാശത്തിൻ്റെ ഒരു ഉത്സവമായി മാറട്ടെ. അന്ധകാരത്തിൻ്റേതായ പ്രവൃത്തികളിലെല്ലാം മാറി
ക്രിസ്തുവിനെ ധരിക്കുവാൻ, ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ എനിക്ക് കഴിയുമ്പോൾ ഞാനും രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗവാക്കുകളാകുകയാണ്. ഭൂജാതനാവുന്ന ഉണ്ണിയേശുവെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ.